പോയിന്റ് ഇപ്പോൾ അടിച്ചാൽ പ്രത്യാഘാതം എവിടെയാണോ കുറവ് അവർക്കിട്ടടിക്കാനാണ് സാധ്യത. ആ കണക്കിലാണെങ്കിൽ ഇപ്പോൾ ചെന്നിത്തല പറഞ്ഞതുപോലെ എപ്പോഴും നയപരമായി പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ്. വി ഡി സതീഷിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ഹൈപ്പോത്തറ്റിക്കൽ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ വി ഡി സതീഷിനെ തൽക്കാലം പരിഗണിക്കുന്നില്ല, ഒരു മുഖ്യ വകുപ്പ് കൊടുക്കുന്നു. വി ഡി സതീഷിന് ഈ പറയുന്ന 103 എന്ന 102 വലിയ സംഖ്യ, 63 എന്ന കോൺഗ്രസിന്റെ വലിയ സംഖ്യ, അതൊക്കെ ഈ പറഞ്ഞതുപോലെ അതിശക്തമായ പിന്തുണയാണ്, അതിശക്തമായ അംഗബലമാണ്, അതിലൊന്നും സംശയമില്ല. അപ്പോൾ വി ഡി സതീഷിന് ഏറിയും കുറഞ്ഞും എന്ത് ചെയ്യാനാകും ഒരു കോൺസിക്വൻസ് മട്ടിൽ എന്നാണ് അനുമാനിക്കുന്നത്? വളരെ വലിയ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിപ്പോയി അത് എനിക്ക് തോന്നുന്നത്. അതെ, എനിക്ക് തോന്നുന്നത് സുഹൈൽ, ഇതിനകത്ത് ഇപ്പോൾ AICC നിരീക്ഷകർ ചെയ്യാൻ പോകുന്ന കാര്യം AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ, അതേപോലെ മുൻ KPCC അധ്യക്ഷന്മാരെ, ഇവരെയൊക്കെ കാണുകയും അവരെയൊക്കെ ഒരുപക്ഷെ ഈ സമവായ ചർച്ചകളിലേക്ക് അവരെയൊക്കെ ഉൾപ്പെടുത്താനും ഒക്കെയുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഇത് അങ്ങനെ ഒരു ശക്തമായ ഒരു പിടിവലിയിലേക്ക് പോവുകയാണ്, നിർബന്ധ ബുദ്ധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴും നോക്കൂ, വളരെ വളരെ സംയമനത്തോടു കൂടിയിട്ടാണ് നേതാക്കൾ പ്രതികരിക്കുക. ഇപ്പോൾ വി ഡി സതീശൻ ഇന്ന് അദ്ദേഹം ഒരു റോഡ് ഷോയിൽ ഇങ്ങനെ പങ്കെടുക്കുന്ന ഇടയിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി ഒരു അക്ഷരം പറയില്ല, ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി ഹൈക്കമാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്നാണ്. ഇപ്പോൾ KC വേണുഗോപാലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും പറയുന്നത് വളരെ മയത്തോടുകൂടി, ഇല്ല അതൊക്കെ പറഞ്ഞത് ഭയങ്കര ആത്മസംയമനം എല്ലാവർക്കും വന്നു കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ആത്മസംയമനമുണ്ട്. അതേസമയം തന്നെ ഇവരുടെ ഗ്രൂപ്പ് മാനേജർമാർ നിലത്തിറങ്ങി പണിയെടുക്കുന്നുമുണ്ട്. MLA-മാരെ പണിയിലാണ്, അവർ ക്യാമ്പയിൻ ചെയ്യുകയും അതിനൊക്കെ ഇവർ നിന്നു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വി ഡി സതീശന്റെ എറണാകുളം സൗത്തിൽ കണ്ട അദ്ദേഹത്തിന് സ്വീകരണ പരിപാടി, അവിടെ പിന്നെ ഡൽഹിയിലേക്ക് പോയപ്പോൾ KC വേണുഗോപാലിന്റെ സ്വീകരണം, പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന സ്വീകരണം, ഇതിനൊക്കെ അവർ നിന്നു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇതൊക്കെ അറിയാം, ഇതെല്ലാം ഹൈക്കമാൻഡിന് മുന്നിൽ ഞങ്ങൾ ഇവിടെയൊക്കെ സ്വീകാര്യരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഭയം ഒരുപക്ഷെ കൂടുതലുള്ളത് KCക്കും രമേശ് ചെന്നിത്തലയ്ക്കുമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഗ്രൗണ്ടിൽ ഇവിടെ കേരളത്തിൽ വലിയ സ്വീകാര്യത ഉള്ളത് വി ഡി സതീശനാണെന്ന പ്രതീതി മുകളിലേക്ക് പോകുന്നത് തടയിടുക എന്നത് ഇവരുടെ ഉദ്ദേശമായിരിക്കും. സ്വാഭാവികമായിട്ട് ഇതൊക്കെ റൺ ഓൺ ദ റേസിൽ ഇതൊക്കെ